സിറിയൻ സർക്കാരും വിമതരും തമ്മിലുള്ള സംഘർഷം ശക്തമാകുന്ന സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസാദിനുള്ള നിരുപാധിക പിന്തുണ തുടരുമെന്ന് അറിയിച്ച് റഷ്യ എത്തിയിരുന്നു. പിന്നാലെ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നും വിമതർക്കൊപ്പമാണ് തങ്ങളെന്നും പ്രഖ്യാപിച്ച് തുർക്കിയും കൂടി എത്തി. ഇതോടെ വീണ്ടും ഒരു യുദ്ധമുഖം തുറക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സിറിയയിലെ നിലവിലെ സ്ഥിതികൾ വിലയിരുത്തി റഷ്യ എന്ത് തീരുമാനം കൈക്കൊള്ളണമെന്ന കാര്യം പരിഗണനയിലാണെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ പരാമർശം. അതേസമയം വർഷങ്ങളായി സിറിയയുടെ സഖ്യകക്ഷിയായി തുടരുന്ന റഷ്യ വിമതർക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഏകദേശം ഒരു ദശാബ്ദം മുമ്പ് സിറിയയിൽ ആഭ്യന്തര യുദ്ധം ഉടലെടുത്തപ്പോഴും റഷ്യയുടെ ഇടപെടൽ അസദ് ഭരണകൂടത്തിന് അനുകൂലമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ റഷ്യയ്ക്ക് പുറമെ ഇറാഖും വിമതർക്കെതിരായ പോരാട്ടത്തിൽ സിറിയൻ സർക്കാരിന് കൂടെയുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് സിറിയയിലെ വിമത ഗ്രൂപ്പ് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലൊന്നായ അലപ്പോ പിടിച്ചെടുത്തത്. പിന്നാലെ മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നതായി സൈന്യം അറിയിച്ചിരുന്നു. വിമത സംഘവും സൈന്യവും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ 300-ലധികം പേരാണ് സിറിയയിൽ കൊല്ലപ്പെട്ടത്. ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന സായുധ വിഭാഗമാണ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. അലപ്പോ നഗരത്തിന് സമീപമുള്ള നിരവധി പ്രദേശങ്ങളുടെ നിയന്ത്രണവും വിമത വിഭാഗം കൈക്കലാക്കിയിരുന്നു. പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെതിരെയാണ് വിമത സംഘടനയുടെ കലാപം. സിറിയ തുർക്കി അതിർത്തിക്കടുത്തുള്ള ഇദ്ലിബ് പ്രവിശ്യയുടെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ ഏറ്റവും ശക്തമായ വിമത ഗ്രൂപ്പാണ് HTS എന്നറിയപ്പെടുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം. സിറിയയും അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാം തന്നെ HTSനെ ഒരു ഭീകര സംഘടനയായാണ് കണക്കാക്കുന്നത്. 2020 ശേഷം വടക്കു പടിഞ്ഞാറൻ സിറിയ കണ്ട ഏറ്റവും തീവ്രമായ പോരാട്ടമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി നടക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് ശനിയാഴ്ച സിറിയൻ അധികൃതർ അലപ്പോ വിമാനത്താവളം അടച്ചുപൂട്ടുകയും എല്ലാ വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ സംഘടനയുടെ അധീനതയിലുള്ള ഇദ്ബലിൽ റഷ്യയും സിറിയയും വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിന് മറുപടിയായാണ് അലപ്പോ നഗരം പിടിച്ചെടുത്തതെന്നാണ് സൂചന. രാജ്യത്തിന്റെ പല ഭാഗങ്ങളും അസദ് വിരുദ്ധ സേനകൾ പിടിച്ചടക്കുകയുണ്ടായി. സിറിയയിലെ ഏറ്റവും വലിയ നഗരമായ അലപ്പോ, തലസ്ഥാനമായ ദമാസ്കസിന് സമീപമുള്ള കിഴക്കൻ ഗൂത്ത, അസദ് വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച ദറ, മറ്റു പ്രധാന നഗരങ്ങളായ ആഫ്രിൻ, ഹോം, റക്ക, മായദിൻ എന്നിവ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. പക്ഷേ കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ മുഖ്യമായും റഷ്യൻ സഹായത്തോടെ അവ ഒന്നൊന്നായി അസദ് തിരിച്ചുപിടിച്ചു. അവശേഷിക്കുന്ന ഒരേയൊരു സുപ്രധാന പ്രദേശമാണ് രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന ഇദ്ലിബ് പ്രവിശ്യ. വിസ്തീർണം 6000 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ 6-1 ചെറിയ സ്ഥലം. അതും തിരിച്ചുപിടിക്കാനായി അസദിന്റെ പട്ടാളം സർവ്വസന്നാഹങ്ങളുമായി അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. അവരെ സഹായിക്കാനായി റഷ്യൻ വ്യോമസേനയും നാവികസേനയും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് സിറിയൻ തീരത്തെ മെഡിറ്ററേനിയൻ കടലിൽ ഒട്ടേറെ യുദ്ധക്കപ്പലുകളും പോർവിമാനങ്ങളും പങ്കെടുത്ത സൈനികാഭ്യാസവും റഷ്യ ഈയിടെ നടത്തുകയുണ്ടായി. ഇദ്ലിബിലെ അസദ് വിരുദ്ധ പോരാളികൾ 10,000 മുതൽ 30,000 വരെ പേർ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരിൽ ഭൂരിപക്ഷവും ജിഹാദിസ്റ്റുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന മതാധിഷ്ഠിത സംഘങ്ങളിൽപ്പെടുന്നവരാണ്. എത്രയും വേഗം കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ അതിശക്തമായ ആക്രമണത്തെ നേരിടേണ്ടി വരുമെന്നുമാണ് അസദിന്റെ ഗവൺമെന്റും റഷ്യയും അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അസദ് സേനയും എതിരാളികളും അന്യോന്യം രാസായുധങ്ങൾ ഉപയോഗിക്കാനിടയുണ്ടെന്ന ഭീതിയും നിലനിൽക്കുകയാണ്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇതിനു മുൻപും രാസായുധങ്ങൾ പ്രയോഗിക്കപ്പെട്ടതായി ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇദ്ലിബിലെ 30 ലക്ഷത്തോളം ജനങ്ങളുടെ ഭീതിയും പരിഭ്രാന്തിയും ഊഹിക്കാവുന്നതേയുള്ളൂ. അവരിൽ പകുതിയോളം പേർ നേരത്തെ തന്നെ അവിടെയുള്ളവരാണെങ്കിൽ മറ്റുള്ളവരെല്ലാം സിറിയയുടെ ഇതര ഭാഗങ്ങളിലെ യുദ്ധത്തിനിടയിൽ ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് ജീവനും കൊണ്ട് ഓടി രക്ഷ തേടി എത്തിയവരാണ്. വന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ തിരിച്ചുപോകാൻ അവർക്കാവില്ല. അത്രയും ദുരിതപൂർണമാണ് അവിടങ്ങളിലെ സ്ഥിതി. തുർക്കിയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമായതിനാൽ തുർക്കിയിലേക്ക് രക്ഷപ്പെടാനാകുമായിരുന്നു. എന്നാൽ തുർക്കി അധികൃതർ അതിർത്തി അടച്ചതിനാൽ അതും അസാധ്യമായി. തുർക്കിയിൽ ഇപ്പോൾ തന്നെ 35 ലക്ഷം സിറിയൻ അഭയാർത്ഥികളുണ്ട്. അതുമൂലമുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു വരുന്ന തുർക്കി ഇനിയും അഭയാർത്ഥികളെ സ്വീകരിക്കാൻ വിസമ്മതിക്കുമെന്നും ഉറപ്പാണ്. തുർക്കി ഉൾപ്പെടെ പല രാജ്യങ്ങളും അസദിന്റെ പതനത്തിനു വേണ്ടി ആഗ്രഹിച്ചവരും മതതീവ്രവാദികളല്ലാത്ത അസദ് വിരുദ്ധരെ സഹായിച്ചുകൊണ്ടിരുന്നവരുമാണ്. അമേരിക്കയെപ്പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. അറബ് വസന്തം എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു 2011 സിറിയയിൽ അസദിനെതിരെ പൊട്ടിപ്പുറപ്പെട്ട സമരം. ആദ്യം ടുണീഷ്യയിലും പിന്നീട് ഈജിപ്തിലുമുണ്ടായ സമാന പ്രക്ഷോഭത്തിന്റെ വിജയം സിറിയക്കാരെയും തെരുവിലിറങ്ങാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. നിഷ്ഠൂരമായ വിധത്തിലാണ് അസദ് അവരെ നേരിട്ടത്. പ്രക്ഷോഭം ആഭ്യന്തര യുദ്ധമായി മാറുകയും പല രാജ്യങ്ങളും അസദ് വിരുദ്ധ സേനകളെ പിന്തുണയ്ക്കാൻ തുടങ്ങുകയും ചെയ്തത് അതിനെ തുടർന്നാണ്.